As the floors can take no more, stuck in this groove, I'm feeling bored. Good morning, we are team Tab Innovations and I am Agni. എൻ്റെ പേര് അർച്ചിത്. ഞാൻ അസി. We are coming from PMSIB Teachers Kakkur, മലപ്പുറം, കേരള. ഞങ്ങളുടെ പ്രൊജക്ടിന്റെ പേരാണ് ഡോക്ടർ സോ. ഈ ഒരു ഡോക്ടർ സോനെ ഞങ്ങൾ ഉണ്ടായ സാഹചര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഹെൽത്ത് സെന്ററുകളിലെല്ലാം ഏകദേശം ഒരു 4 മണി വരെയാണ് ഡോക്ടേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ നമ്മുടെ റൂറലായ ഇന്ത്യയിൽ ഒരു ദിവസങ്ങളിൽ 1-2 മണിക്കൂറുകളോ അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസങ്ങൾ മാത്രമാണ് ഡോക്ടേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ത്യയിലെ പല ഗ്രാമങ്ങളും ഇതിലേറെ കഷ്ടതയേറിയ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പരിഹാരമായിക്കൊണ്ടാണ് ഞങ്ങൾ ഒരു അഫോർഡബിൾ, അവൈലബിൾ ആൻഡ് സ്മാർട്ടായ സിസ്റ്റങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡോക്ടർ സോ. ഇതിൽ നമ്മുടെ സിംറ്റംസ് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്കായിട്ടുള്ള ഹെൽത്ത് പ്രിസ്ക്രിപ്ഷൻ, IoT സെൻസസ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഹെൽത്ത് മോണിറ്ററിങ്, കൂടാതെ ഒരു യഥാർത്ഥ ഡോക്ടറുമായി വീഡിയോ കോൾ വഴി കണക്ട് ചെയ്യാനുള്ള ഫീച്ചർ വരെ ഇതിലുണ്ട്. ഇതൊരു പ്രൈമറി കൺസൾട്ടന്റ് ആണ്. ഏതൊരു സാധാരണക്കാരനും വന്ന് ഇത് സിമ്പിളായി യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ അഫോർഡബിൾ ആണ്. ഞങ്ങൾ ഇത് സ്ക്രാപ്പിൽ നിന്നാണ് ഈ ഒരു സാധനം ബിൽഡ് ചെയ്തത് തന്നെ. നമുക്കൊരു ഏകദേശം വളരെ കുറഞ്ഞ ബഡ്ജറ്റ് തന്നെ ഇത് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എങ്ങനെ ഈ ഡോക്ടർ സോ വർക്ക് ചെയ്യുന്നു എന്നും എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഇതിൽ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഈ ഡോക്ടർ സോ റൺ ചെയ്യുന്നത് തന്റെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള സോ OSലാണ്. ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ വെബ് ഡെവലപ്പിംഗ് കോഡിംഗ് ലാംഗ്വേജസ്, APIs, പിന്നെ ഇതിൽ ആർഡിനോ യൂനോ ഉണ്ട്, ESP8266 എന്നീ മൈക്രോ കൺട്രോളേഴ്സും ഞങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ യൂസർ ഇന്റർഫേസിൽ നോക്കാം. വളരെ ഈസി ആയിട്ടാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ കുറെ കളറുകൾ ഉപയോഗിച്ചിട്ടും ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്തിട്ടൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു പ്രായമുള്ള ആളുകൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൈകാര്യം ചെയ്യാവുന്നതാണ്. നമുക്കൊരു ചെക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഈ ചെക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർ സോ നമ്മുടെ കുറച്ച് ഹെൽത്ത് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതേ സമയത്ത് നമ്മുടെ ഹെൽത്ത് ഡാറ്റ ഉടൻ തന്നെ ഈ ഡോക്ടർ സോ സെൻസറിന്റെ സഹായത്തോടെ എടുക്കുന്നതാണ്. ഓക്കെ, നമുക്കത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് കാണാം കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. ഇനി നമ്മുടെ ബോഡി മെഷേഴ്സ് എടുക്കാനായിട്ട് നമ്മൾ കുറെ സെൻസറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി എന്റെ ഹൈറ്റ് മെഷർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, എന്റെ ഹൈറ്റ് മെഷർ ചെയ്യുന്നത് അൾട്രാസോണിക് എന്ന് പറഞ്ഞ സെൻസറിന്റെ സഹായത്തോടെയാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഡോക്ടർ സോ എന്റെ ഹൈറ്റ് മെഷർ ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ വെയിറ്റ് ആണ് മെഷർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞങ്ങൾ ഇവിടെ ലോഡ് സെല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, എന്റെ വെയിറ്റ് ഇവിടെ മെഷർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ BPM, SpO2, ടെമ്പറേച്ചർ എന്നിവ മെഷർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ BPM, SpO2, പൾസ് എന്നിവ മെഷർ ചെയ്യാനായിട്ട് MAX30-100 എന്ന് പറഞ്ഞ സെൻസർ ആണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് DS18B20 എന്ന് പറഞ്ഞ സെൻസറും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഞങ്ങൾ ഈ ഒരു ഡോക്ടർ സോന് ഹാൻഡ് മൂവ്മെന്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഹാൻഡ് മൂവ്മെന്റിനായിട്ട് ഒരു മോട്ടറാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. പേര് സെർവോ MG995. അപ്പോൾ നമുക്ക് എന്റെ വെറ്റൽസ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ എന്റെ വൈറ്റൽസ് മെഷർ ചെയ്തിട്ടുണ്ട്. ഇനി ഡോക്ടേഴ്സോ കുറച്ചും കൂടെ ഹെൽത്ത് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഞാൻ ജസ്റ്റ് അതിൽ നിന്ന് റെസ്പോൺസ് കൊടുക്കട്ടെ. ഓക്കെ, ഇനി നമ്മുടെ ഡോക്ടർ സോയിലുള്ള AI എന്റെ ബോഡി മെഷർമെന്റ്സും ഞാൻ കൊടുത്തിട്ടുള്ള റെസ്പോൺസും കൂടെ മെർജ് ചെയ്യുന്നു. ശേഷം AI-ലോട്ട് സെൻഡ് ചെയ്യുന്നു. ഈ ഒരു AI എനിക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ്, എന്താണ് രോഗം, ഹോം റെമഡീസ് എന്നിവയൊക്കെ ജനറേറ്റ് ചെയ്യും. However, your fever, headache, and vomiting are very concerning. This indicates a severe condition potentially affecting multiple systems, e.g. ഡോക്ടർ സോ ഇവിടെ എന്റെ അസുഖം എന്താണ് എന്നും മെഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തു. ഇനി ഇതിന്റെ ഒരു പ്രിസ്ക്രിപ്ഷനും കൂടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രിന്ററിന്റെ സഹായത്തോടെ അത് പ്രിന്റും കൂടെ എടുക്കാവുന്നതാണ്. ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു AI ഡോക്ടറോട് ചോദിക്കാം. ജസ്റ്റ് ഹേ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി. Doctor, I have fever. What are the remedies for it? Having a fever can be uncomfortable. Here are some general remedies. കൂടാതെ ഞങ്ങൾ ഇവിടെ മലയാളം ലാംഗ്വേജും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ ഞങ്ങൾ കുറച്ചും കൂടെ ലാംഗ്വേജസ് ഇതിൽ ഇൻബിൽഡ് ആക്കി കൊടുക്കുന്നതാണ്. ഇനി അടുത്ത ഫീച്ചറാണ് ഐ ടെസ്റ്റിംഗ്. ഡോക്ടർ സോ വിവിധ തരം ഫോണ്ട് സൈസിലുള്ള ലെറ്റേഴ്സ് സ്ക്രീനിൽ കാണിക്കും. എനിക്കത് കാണാമെങ്കിൽ ഐ ക്യാൻ, യെസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഇനി മലയാളത്തിലാണെങ്കിൽ കാണുന്നുണ്ട്, കാണാം എന്നിങ്ങനെ പറഞ്ഞാൽ മതി. ഇനി അത് കാണുന്നില്ല എങ്കിൽ കാണുന്നില്ല, നോ, കനോട്ട് എന്നിങ്ങനെ പറഞ്ഞാൽ മതി. ഹിയറിംഗ് ടെസ്റ്റും കൂടെ കണ്ടക്ട് ചെയ്ത് നോക്കാം. ഈ ഹിയറിംഗ് ടെസ്റ്റിൽ നമ്മുടെ ഡോക്ടർ സോ 20 Hz to 20,000 Hz വരെയുള്ള ഫ്രീക്വൻസി സൗണ്ടുകൾ പ്ലേ ചെയ്യും. അത് കേൾക്കാമെങ്കിൽ ജസ്റ്റ് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കേൾക്കുന്നില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞങ്ങൾ ഇമോജീസ് ആണ് ഉപയോഗിച്ചത്, കാരണം ഒന്നും കൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി
വേണ്ടിയിട്ടാണ് ഈ ഇമോജീസ് ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് എയ്ഡ് ട്യൂട്ടോറിയലിലേക്ക് പോകാം. ഈ ഒരു ഫീച്ചറിന്റെ സഹായത്തോടെ ഏതൊരു കൊച്ചു കുട്ടിക്ക് പോലും വളരെ നിസ്സാരമായിട്ട് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് ലേൺ ചെയ്യാവുന്നതാണ്. ആരോഗ്യം കൂടുതൽ എളുപ്പമാക്കാൻ ഞങ്ങൾ നിർമ്മിച്ച ഒരു ആപ്പാണ് സോ കണക്ട് എന്ന് പറഞ്ഞ ആപ്പ്. ഇതിൽ ആദ്യമായിട്ട് വരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ SOS ബട്ടൺ എന്നൊരു ഫീച്ചറാണ്. SOS ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ, അതായത് ആരാണോ SOS ബട്ടൺ അമർത്തുന്നത് അവരുടെ ലൊക്കേഷനും ഫോൺ കോളും ഓട്ടോമാറ്റിക്കലായി ടെലിഗ്രാം വഴി, അതായത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നതാണ്. അടുത്തതായിട്ടുള്ള ഫീച്ചറാണ് മെഡിക്കൽ ID. മെഡിക്കൽ ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയുടെ മെഡിക്കൽ ഡീറ്റെയിൽസും മെഡിക്കൽ ID, അതായത് എല്ലാ കാര്യങ്ങളും തന്നെ ഈസി ആയിട്ടും എളുപ്പത്തിൽ സേവ് ചെയ്ത് വെക്കാൻ ഇതിൽ കഴിയുന്നതാണ്. അടുത്ത ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ്, നിയറസ്റ്റ് ഒഫീഷ്യൽ അപ്ഡേറ്റ്സ്. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് സോ കെയർ എന്ന ഈ ഫീച്ചർ വഴി, അതായത് രോഗികൾക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സും ഫ്രീ ആയിട്ട് തന്നെ ഈ വെബ്സൈറ്റ് വഴി വാങ്ങാൻ കഴിയുന്നതാണ്. കൂടാതെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇത് ഡൊണേറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. ഗ്രാമങ്ങളിലും ഉൾപ്രദേശങ്ങളിലുമുള്ള ക്ലിനിക്കുകളിൽ ഡോക്ടറുടെ വിസിറ്റ് ലിമിറ്റഡ് ആയിരിക്കും. അതിനാൽ അവിടെയുള്ള ആളുകൾ അവരുടെ വിലപ്പെട്ട സമയവും പൈസയും മുടക്കിക്കൊണ്ട് ദൂരെയുള്ള ക്ലിനിക്കുകളെ കൺസൾട്ട് ചെയ്യാൻ പോകും. ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഡോക്ടർ സോയെ ഇംപ്ലിമെന്റ് ചെയ്തത്. ഡോക്ടർ സോ 24/7 എല്ലാ ഗ്രാമപ്രദേശത്തിലെ എല്ലാ ക്ലിനിക്കുകളിലും വർക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ കൂടാതെ അവരുടെ വീടിനടുത്ത് തന്നെ ഗുഡ് ആൻഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഡോക്ടറെ ഞങ്ങൾ കറന്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആക്കാൻ വേണ്ടി തയ്യാറാണ്. അതായത് ഞങ്ങൾ ഇപ്പോൾ ഇതിൽ കൺസൾട്ട് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ക്ലൗഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതോറിറ്റീസിനും ഡോക്ടേഴ്സിനും എല്ലാം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഡോക്ടറെ നമ്മൾ എല്ലാ ഗ്രാമങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയ ഒരു നാഷണൽ കെട്ടിപ്പടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഹെൽത്തി ആയ ഒരു ഫ്യൂച്ചർ നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടി സാധിക്കും. താങ്ക് യു. ഡോക്ടർ സോ, വെർ ടെക്നോളജി മീറ്റ്സ് ഹെൽത്ത് കെയർ.